തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനിടെ ബിജെപിയിൽ രാജി. നേമത്തെ എം.ആർ. ഗോപനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ബിജെപി നേമം ഏരിയ പ്രസിഡന്റ് എം. ജയകുമാറാണ് രാജിവെച്ചത്. ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും കാണിച്ച ചതി ഉൾക്കൊള്ളാനാകില്ലെന്ന് എം. ജയകുമാർ പറഞ്ഞു. എം. ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഏത് തരത്തിലുള്ള ഒരു ചതി പാർട്ടി ചെയ്തെന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത്? ക്രിസ്റ്റീന, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുമ്പ് തന്നെ തിരുവനന്തപുരം നേമത്തെ ബി.ജെ.പിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നേമം മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ജയസാധ്യതയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ മണ്ഡലത്തിലെ തന്നെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നത്. എം. ജയകുമാറാണ് പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത്. ഈ നേമം മണ്ഡലത്തിൽ എം.ആർ. ഗോപകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത്. 43 വർഷമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന തന്നെ പാർട്ടി ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജിക്കത്ത് ഈ ജയകുമാർ നൽകിയിരിക്കുന്നത്. നേരത്തെ നേമത്തെ കൗൺസിലറായിരുന്ന എം.ആർ. ഗോപൻ ആ കാലത്തൊന്നും തന്നെ ഈ വാർഡിൽ തിരിഞ്ഞു നോക്കിയില്ല. ഒപ്പം ഇത്തവണ നിലവിലെ കൗൺസിലറായ ഒരു വനിതയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഈ രാജിക്കത്തിൽ ജയകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രാജിവച്ചിരിക്കുന്നത്. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കിടെ ബി.ജെ.പിയിൽ രാജി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ബി.ജെ.പിക്ക് നിയമം. അവിടെയാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നത്. എം. ജി പ്രതീഷാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.